പശ്ചിമേഷ്യൻ മേഖലയെ സായുധ സംഘർഷത്തിന്റെ വക്കിലെത്തിച്ചുകൊണ്ട് അമേരിക്കയ്ക്കും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക തുടരുന്ന നാവിക ഉപരോധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നു. ഈ നാവിക ഉപരോധം ഒരു യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണ് എന്ന് അദ്ദേഹം ടെഹ്റാനിൽ നടത്തിയ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ നാവിക ഉപരോധം ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണെന്നും ഇത് യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമാണെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആവർത്തിച്ചു വ്യക്തമാക്കി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ ഇനി ഒട്ടും വെച്ചുപൊറുപ്പിക്കില്ലെന്ന കർശന നിലപാടിലാണ് അദ്ദേഹം. ഇതുവരെയും ലോകത്തിനു മുന്നിൽ ഇറാൻ അങ്ങേയറ്റത്തെ ക്ഷമയാണ് പ്രകടിപ്പിച്ചതെന്നും എന്നാൽ ഒരു പരിധി വിട്ടുള്ള സമ്മർദ്ദത്തിന് ഇനി വഴങ്ങിക്കൊടുക്കില്ലെന്നും പറഞ്ഞ പെസഷ്കിയാൻ നയതന്ത്രപരമായ പിന്മാറ്റങ്ങൾ ഇനി പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും തന്റെ പ്രസ്താവനയിലൂടെ ലോകരാഷ്ട്രങ്ങളെ അറിയിച്ചു. ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അമേരിക്കയ്ക്കെതിരെ അതിശക്തമായ നിലപാടുമായി ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയെ രംഗത്തെത്തി. പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്കൻ സാമ്രാജ്യത്വവും അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു എന്ന് അവകാശപ്പെട്ട അദ്ദേഹം വാഷിംഗ്ടണിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി രാജ്യത്തിന്റെ മിസൈൽ പരീക്ഷണങ്ങളോ ആണവ പദ്ധതികളോ ഒരു കാലത്ത് നിർത്തിവെക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും നിയന്ത്രണവും ഉറപ്പാക്കാൻ ഇറാൻ പുതിയൊരു പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തിയതായും ഇത് മേഖലയിലെ അയൽരാജ്യങ്ങളുമായി സഹകരിച്ചുള്ള സാമ്പത്തിക പുരോഗതിക്ക് വലിയ തോതിൽ വഴിയൊരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സാന്നിധ്യം എന്നും അരക്ഷിതാവസ്ഥയ്ക്ക് മാത്രമാണ് കാരണമായിട്ടുള്ളതെന്ന് കുറ്റപ്പെടുത്തിയ ഖമനി ഭാവിയിൽ ഈ മേഖലയിൽ അവർക്ക് യാതൊരു സ്ഥാനം ഉണ്ടായിരിക്കില്ലെന്നും അവരുടെ അപ്രമാദിത്വം കടലിന്റെ അടിത്തട്ടിലായിരിക്കുമെന്നും പരിഹസിച്ചു. അമേരിക്കയുടെ ചൂഷണം സമ്പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നും മേഖലയിലെ രാജ്യങ്ങൾ ഒന്നിച്ചു നീങ്ങുന്ന പുതിയൊരു കാലഘട്ടത്തിലാണ് ഇറാൻ തുടക്കമിടുന്നതെന്നും തന്റെ സന്ദേശത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 1/5 കടന്നുപോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു സംഘർഷം പോലും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇറാന്റെ ഈ പുതിയ നീക്കം അന്താരാഷ്ട്ര വിപണിയെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകൾ പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലായ സാഹചര്യത്തിൽ അമേരിക്കൻ നീക്കങ്ങൾക്കെതിരെ ഇറാന് ശക്തമായ പിന്തുണയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. മേഖലയിലെ നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ട ഈ വേളയിൽ ഇറാനുമേൽ ഇനിയും ഒരു സൈനിക ആക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കുമെന്ന് പുടിൻ ലോകരാഷ്ട്രങ്ങൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നയതന്ത്ര വഴികൾ അടഞ്ഞതോടെ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മേഖലയിൽ വലിയൊരു സൈനിക നീക്കത്തിന് ആസൂത്രണം ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സമാധാന ചർച്ചകളിൽ ഇറാന്റെ ഉപാധികൾ തള്ളപ്പെട്ടതോടെയാണ് പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് നീങ്ങിയത്. റഷ്യയുടെ ഈ പരസ്യമായ പിന്തുണ ഇറാന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് സമ്മർദ്ദം ശക്തമാക്കാൻ അമേരിക്ക കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ ആശങ്കയിലാഴ്ത്തുന്നു. ഇറാന്റെ പരമാധികാരത്തിന്മേൽ കടന്നുകയറാൻ ഏത് നീക്കവും വലിയൊരു പ്രാദേശിക യുദ്ധത്തിന് വഴിമരുന്നിടുമെന്ന സൂചനയാണ് റഷ്യയുടെയും ഇറാന്റെയും പുതിയ നിലപാടുകൾ നൽകുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് ഇറാൻ അമേരിക്ക നയതന്ത്ര ബന്ധങ്ങളെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. നിലവിൽ പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടിരിക്കുന്ന സംഘർഷാവസ്ഥ പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ പാളുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. മേഖലയിൽ പടരുന്ന ഈ യുദ്ധഭീതി ഒഴിവാക്കാൻ ഒമാൻ, സൗദി അറേബ്യ തുടങ്ങിയ അയൽരാജ്യങ്ങളുടെ നിലപാടുകൾ വരും ദിവസങ്ങളിൽ അതീവ നിർണായകമായിരിക്കും. സമാധാന ചർച്ചകൾ സ്തംഭനാവസ്ഥയിലായതും ഇറാന്റെ അന്ത്യശാസനവും പശ്ചിമേഷ്യയെ ഒരു സ്ഫോടകാത്മകമായ സാഹചര്യത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന വരാനിരിക്കുന്ന ദിവസങ്ങൾ ഈ തന്ത്രപ്രധാനമായ മേഖലയുടെ ഭാവി സമാധാനമാണോ അതോ വൻ നാശമാണോ എന്ന് നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടുന്ന സഖ്യവും ഇറാനും തമ്മിലുള്ള ഈ ശാക്തിക ബലപരീക്ഷണം ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും ആയുധങ്ങൾ ശബ്ദിക്കാൻ തുടങ്ങുന്ന ഒരു സങ്കീർണമായ സാഹചര്യമാണ് നിലവിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ സാന്നിധ്യത്തെയും നാവിക ഉപരോധത്തെയും ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി പ്രഖ്യാപിച്ച പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ
നയതന്ത്ര ചർച്ചകളേക്കാൾ ഉപരിയായി കടുത്ത നിലപാടുകളിലേക്ക് രാജ്യം നീങ്ങുകയാണെന്ന സൂചനയാണ് നൽകുന്നത്. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു കഴിഞ്ഞുവെന്ന ഇറാന്റെ പ്രഖ്യാപനം വെറും ഒരു വാക്പോരിനപ്പുറം പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് അമേരിക്കൻ സ്വാധീനം പൂർണ്ണമായും പിഴുതെറിയാനുള്ള ദീർഘകാല തന്ത്രത്തിന്റെ ഭാഗമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പരാജയം പ്രഖ്യാപിച്ച പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഉപരോധങ്ങൾ കൊണ്ട് ഇറാന്റെ മിസൈൽ ആണവ മോഹങ്ങളെ തളയ്ക്കാനാവില്ല എന്നാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ നിയന്ത്രണ സംവിധാനം ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതിസന്ധിയിലാക്കിയേക്കാം. റഷ്യയുടെ പരസ്യമായ പിന്തുണയും ഡൊണാൾഡ് ട്രംപിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത വിദേശ നയവും തമ്മിലുള്ള പോരാട്ടം ഈ പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുന്നു. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മേഖലയിൽ സൈനിക നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ പശ്ചിമേഷ്യ ഒരു വലിയ യുദ്ധത്തിലേക്കാണോ അതോ പുതിയൊരു അധികാര സന്തുലിതാവസ്ഥയിലേക്കാണോ നീങ്ങുന്നത് എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഒമാനും സൗദി അറേബ്യയും പോലുള്ള അയൽ രാജ്യങ്ങളുടെ മധ്യസ്ഥത പരാജയപ്പെട്ടാൽ ആഗോളതലത്തിൽ തന്നെ വലിയ രാഷ്ട്രീയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും.